നമസ്കാരം. റഷ്യ ബംഗ്ലാദേശിന് 2023 നേരിട്ടൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതായത് റഷ്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിലെ അവരുടെ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ നയതന്ത്ര ഉദ്യോഗസ്ഥരും ഒപ്പം അവരുടെ വിദേശകാര്യ മന്ത്രിയുടെ അടുത്ത വൃത്തങ്ങളെല്ലാം തന്നെ വിവിധ ഘട്ടങ്ങളിലായിട്ടാണ് ഈ ഒരു മുന്നറിയിപ്പ് അന്ന് ബംഗ്ലാദേശിന് കൊടുത്തത്. അതായത് ആ മുന്നറിയിപ്പിൽ ഇങ്ങനെയായിരുന്നു പറഞ്ഞത്: അമേരിക്ക നിങ്ങളുടെ രാജ്യത്തിനെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു മുന്നറിയിപ്പായിട്ട് കാണുക, വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക. കാരണം ബംഗ്ലാദേശിലെ തെരഞ്ഞെടുപ്പിനെ വരെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ പോലും അമേരിക്ക നടത്തുന്നുണ്ടെന്ന് ഷെയ്ഖ് ഹസീനയ്ക്ക് രഹസ്യമായിട്ടും അതുപോലെ തന്നെ പരസ്യമായിട്ടും ഒക്കെ തന്നെ റഷ്യ മുന്നറിയിപ്പ് നൽകിയതാണ്. പക്ഷേ അമേരിക്ക ബംഗ്ലാദേശിൽ അട്ടിമറി നടത്തി. എന്നാൽ ഇപ്പോൾ ഇതാ റഷ്യയുടെ മുഖപത്രമായിട്ടുള്ള സ്പുട്നിക്കിൽ ഇന്ത്യക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ റഷ്യ. ഇന്ത്യക്കെന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉൾപ്പെടെയുള്ള ഒരു മുന്നറിയിപ്പാണിത്. അതായത് CIA ഉൾപ്പെടെയുള്ള അമേരിക്കൻ ചാര സംഘടനകൾ നരേന്ദ്രമോദിയെ അട്ടിമറിക്കാനുള്ള തന്ത്രപരമായിട്ടുള്ള ചില നീക്കങ്ങൾ, ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ടെന്നും അതോടൊപ്പം തന്നെ അമേരിക്ക അവരുടെ നയതന്ത്രപരമായിട്ടുള്ള പല ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലെ അവരുടെ നയതന്ത്ര കാര്യാലയങ്ങൾ വഴിയൊക്കെ തന്നെ ഇതിനായിട്ടുള്ള പല തരത്തിലുള്ള ചരട് വലികൾ, നീക്കങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ടെന്നും വിശദമാക്കുന്ന കുറേയധികം ലേഖനങ്ങളാണ് സ്പുട്നിക് ഇന്ത്യ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഈ ലേഖനത്തിലാകട്ടെ അവർ വളരെ വ്യക്തമായി, വളരെ വിശദമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ പറയുന്നത്. ഹൈദരാബാദ് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ നയതന്ത്ര കാര്യാലയത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ അമേരിക്ക ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ നയതന്ത്ര കാര്യാലയത്തിലെ അവരുടെ കൗൺസിൽ ജനറലായിട്ടുള്ള ജെന്നിഫർ ലാർസനെ മുന്നിൽ നിർത്തി ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു അട്ടിമറിക്കായിട്ട് അവർ ശ്രമിക്കുന്നത്. അതായത് നിലവിൽ BJPക്കൊപ്പം അല്ലെങ്കിൽ NDA സഖ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള TDP, അതായത് തെലുങ്ക് ദേശം പാർട്ടിയുടെ നേതാവായിട്ടുള്ള ആന്ധ്രാപ്രദേശിലെ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു, ആ ചന്ദ്രബാബു നായിഡുവിനെ NDAയിൽ നിന്ന് അടർത്തി മാറ്റാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്. ചന്ദ്രബാബു നായിഡുവിനെ അടർത്തി മാറ്റാനായിട്ട് നേരത്തെ തന്നെ രാജ്യത്ത് പ്രതിപക്ഷ പാർട്ടികൾ എല്ലാം തന്നെ ശ്രമിച്ചതാണ്. എന്നാൽ ഇപ്പോൾ ഇത് അമേരിക്ക ഇതിനായിട്ട് ശ്രമിക്കുന്നുവെന്നാണ് സ്പുട്നിക് ആരോപിക്കുന്നത്. അത് മാത്രമല്ല, ഇവിടെ വളരെ വ്യക്തമായിട്ട്, വളരെ കൃത്യമായിട്ട് റഷ്യ നൽകുന്ന മുന്നറിയിപ്പ് എന്തെന്ന് വെച്ചാൽ CIA, അമേരിക്കൻ ചാര ഏജൻസി, നരേന്ദ്രമോദി സർക്കാരിനെ തകർക്കാൻ, താഴെ ഇറക്കാൻ, അല്ലെങ്കിൽ പകരം അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഭരണകൂടത്തെ അവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നാണ്. കാരണം നരേന്ദ്രമോദിയുടെ വിദേശ നയം എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര വിദേശ നയമാണ്. എന്ന് വെച്ചാൽ അമേരിക്കയെ നമ്മൾ ആശ്രയിക്കുന്നില്ല, സ്വന്തം നിലയിൽ തന്നെയാണ് ഇന്ത്യയുടെ കാര്യങ്ങളെല്ലാം തന്നെ, അല്ലെങ്കിൽ രാജ്യത്ത് നമ്മുടെ കാര്യങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത്. അതായത് റഷ്യയെയും അതുപോലെ തന്നെ അമേരിക്കയെയും നമ്മൾ ആശ്രയിക്കുന്നില്ല, സ്വതന്ത്രമായിട്ടുള്ള ഒരു വിദേശ നയമാണ് ഇന്ത്യ ഇപ്പോൾ പിന്തുടരുന്നത്. കാരണം ഈ ലോകത്ത് സ്വതന്ത്രമായിട്ടുള്ള വിദേശ നയമുള്ള രാജ്യങ്ങൾ വളരെ കുറവാണ്. അത്തരത്തിലുള്ള രാജ്യങ്ങളുടെ കാര്യം നമ്മളൊന്ന് പരിശോധിച്ചാൽ തന്നെ അതിൽ തന്നെ ഇറാനുണ്ട്, അതുപോലെ തന്നെ ഉത്തര കൊറിയയുണ്ട്, റഷ്യ ഉണ്ട്, അതുപോലെ തന്നെ ചൈന, പിന്നെ അത് കഴിഞ്ഞ് വരുന്നത് നമ്മൾ ഇന്ത്യയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ രാജ്യങ്ങളെ നോക്കിയാൽ ഈ രാജ്യങ്ങളൊന്നും തന്നെ ഒരു രാജ്യത്തെയും അമിതമായ രീതിയിൽ അവർ ആശ്രയിക്കുന്നില്ല. ഇതിൽ തന്നെ ഇറാൻ അതുപോലെ തന്നെ ഉത്തര കൊറിയ, ഈ രണ്ട് രാജ്യങ്ങളുടെ കാര്യങ്ങൾ തന്നെ നമ്മളെടുത്ത് താരതമ്യം ചെയ്താലും അവരെ സംബന്ധിച്ച് അവർക്ക് സ്വതന്ത്രമായിട്ടുള്ള ഒരു നയതന്ത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് മറ്റു രാജ്യങ്ങൾ അവർക്ക് മേൽ നിരവധിയായിട്ടുള്ള ഉപരോധങ്ങൾ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യങ്ങളിൽ പോലും ഇപ്പോൾ ഈ രാജ്യങ്ങൾ അടച്ചിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതിൽ തന്നെ ഉത്തര കൊറിയയുടെ കാര്യം എടുത്താൽ തന്നെ നമുക്കറിയാം, ആ രാജ്യത്തേക്ക് ഒരു മനുഷ്യനും അങ്ങോട്ട് പോകാനായിട്ട് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അതിനുള്ള പ്രധാന കാരണം ഉത്തര കൊറിയയ്ക്ക് അമേരിക്കയെ വിശ്വാസമില്ല എന്നതാണ്. കാരണം അമേരിക്കയുടെ പല ചാരന്മാർ പല രൂപത്തിലായിരിക്കും തങ്ങളുടെ രാജ്യത്തേക്ക് പ്രവേശിക്കുകയെന്ന് ഉത്തര കൊറിയയ്ക്ക് നല്ല വ്യക്തമായിട്ടറിയാം. അതായത് ഒരു രീതിയിൽ നമ്മൾ പറഞ്ഞാൽ അതിർത്തികൾ ഉൾപ്പെടെ എല്ലാം അടച്ചു പൂട്ടി ഒരു ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള രാജ്യമാണ് ഉത്തര കൊറിയ എന്ന് പറയുന്നത്. കാരണം അവിടെ മുഴുവൻ അതിർത്തികളടക്കം തന്നെ അടച്ചിട്ട് അവിടേക്ക് ആർക്കും തന്നെ അനാവശ്യമായിട്ട് പ്രവേശിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമല്ല. അറ്റ്ലീസ്റ്റ് ഒരു ടൂറിസ്റ്റ് ആയിട്ട് പോകാൻ പോലും ആ രാജ്യത്തേക്ക് പോകണമെങ്കിൽ ധാരാളം കടമ്പകൾ നമ്മൾ അതിനായിട്ട് കടക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഒരേ ഒരു കാരണമെന്ന് പറയുന്നത് അമേരിക്കയെ അവർക്ക് ഒട്ടും തന്നെ വിശ്വാസമില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇനി അടുത്തായിട്ട് റഷ്യയുടെ കാര്യം പറഞ്ഞാൽ റഷ്യയിൽ പല രീതിയിൽ അമേരിക്ക ഇടപെടാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്, പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാണ് അതിന് ഇപ്പോൾ അറുതി വരുത്തിയിരിക്കുന്നത്. ഇപ്പോഴും പല രീതിയിൽ അമേരിക്ക ഇതിനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ റഷ്യ ഇതിനെയെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് അവരുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെറുക്കുകയാണ്. ഇനി അതുപോലെ ചൈനയുടെ കാര്യം പറഞ്ഞാലും ഇത് തന്നെയാണ്.
സ്വതന്ത്രമായിട്ടുള്ള ഒരു നയതന്ത്രമാണ് ചൈനയ്ക്കുള്ളത്. സ്വതന്ത്രമായിട്ടുള്ള ഒരു നയതന്ത്രമുള്ളത് കൊണ്ടാണ് ചൈനയെയും ഇപ്പോൾ അമേരിക്ക ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇറാൻ്റെ കാര്യം പറഞ്ഞാലും. ഇറാൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു നയതന്ത്ര നയം അത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയ്ക്ക് വളരെയധികം അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. ഇതാണ് അവരെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ഇറാൻ്റെ ഈ സ്വതന്ത്രമായിട്ടുള്ള ഒരു നയതന്ത്രമാണ് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയെ കൂടുതൽ ഇപ്പോൾ ചൊടിപ്പിക്കുന്നത്. അതായത് എല്ലാ രാജ്യങ്ങളും അമേരിക്കയുടെ താഴെ നിൽക്കണം, അമേരിക്കയെ കണ്ടാൽ തൊഴുതു നിൽക്കണം എന്നാണ് അവരുടെ നയം. അമേരിക്കയോട് തീർക്കാനായിട്ട് ഒരുപാട് കണക്കുകൾ ഇറാന് ബാക്കിയുണ്ട്. ഇറാന് മാത്രമല്ല, ലോകത്തെ തന്നെ മിക്ക രാജ്യങ്ങൾക്കും ലോക പോലീസ് ചമയുന്ന അമേരിക്കയോട് തീർക്കാനായിട്ട് അത്തരത്തിൽ ധാരാളം കണക്കുകളുണ്ട്. എന്നാൽ ഇപ്പോൾ നട്ടെല്ല് നിവർത്തി നിൽക്കുന്ന മറ്റു രാജ്യങ്ങൾ വേണ്ട എന്നുള്ളതാണ് അമേരിക്കയുടെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇന്ത്യയിലേക്ക് വന്നാലും ഇത് തന്നെയാണ് സ്ഥിതി. കാരണം നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യൻ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ഈ സ്വതന്ത്രമായിട്ടുള്ള നയതന്ത്രങ്ങൾ അമേരിക്കയ്ക്ക് ഒട്ടും തന്നെ കണ്ടിട്ടങ്ങ് സഹിക്കുന്നില്ല. കാരണം നേരത്തെ തന്നെ റഷ്യയുടെ സ്പുട്നിക് ഉൾപ്പെടെയുള്ള അവരുടെ ഒഫീഷ്യൽസ് അമേരിക്ക ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ കയറി ഇടപെടാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഈ 2024 തെരഞ്ഞെടുപ്പിൽ അവർക്ക് കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് കിട്ടിയില്ല. NDA സഖ്യമായി മാത്രമേ അവർക്ക് ഭരിക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. ഒന്നാം ടൈമിലും മോദി വന്നപ്പോൾ, രണ്ടാം ടൈമിലും ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നിലനിർത്തിയ മോദി സർക്കാർ മൂന്നാം ടൈമിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിയാൽ അത് തങ്ങൾക്ക് കൂടുതൽ ഭീഷണിയാകുമെന്ന് മനസ്സിലാക്കിയ അമേരിക്കയാകട്ടെ, അമേരിക്ക മോദിയെ എങ്ങനെയും പരാജയപ്പെടുത്താനായിട്ട് അതിൻ്റെ അങ്ങേയറ്റം വരെ പരിശ്രമിച്ചുവെന്നാണ് റഷ്യ ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ മൂന്നാമത് വീണ്ടും അധികാരത്തിലെത്തി. എന്നാൽ ഇപ്പോൾ ഈ സർക്കാരിനെ ഇപ്പോൾ പിന്തുണയ്ക്കുന്നത് ശരിക്കും പറഞ്ഞാൽ TDP എന്ന തെലുങ്ക് ദേശം പാർട്ടിയും അതോടൊപ്പം തന്നെ നിതീഷ് കുമാറിൻ്റെ പാർട്ടിയായിട്ടുള്ള JDUവുമാണ്. അതിൽ തന്നെ ചന്ദ്രബാബു നായിഡുവിൻ്റെ തെലുങ്ക് ദേശം പാർട്ടിയെ ആദ്യം കൂടെ നിർത്താനുള്ള നീക്കമാണ് ശരിക്കും പറഞ്ഞാൽ അമേരിക്ക ഇപ്പോൾ നടത്തുന്നതെന്നാണ് റഷ്യ പറയുന്നത്. അതിന് പ്രധാനമായിട്ടും അവർ ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്കയുടെ ഈ കൗൺസിൽ ജനറലുണ്ടല്ലോ ജെനിഫർ ലാർസൺ നിരവധി തവണയാണ് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിനെ, അതായത് TDP നേതാവിനെ കണ്ടിരിക്കുന്നത്. നായിഡുവിനെ കണ്ടതിനൊപ്പം തന്നെ അസാദുദ്ദീൻ ഒവൈസിയെയും ഇവർ കണ്ടിട്ടുണ്ട്. ഒവൈസിയെ കൂടാതെ തന്നെ തെലങ്കാന മുഖ്യമന്ത്രിയെയും ഇവർ പലതവണ കാണുന്നുണ്ട്. അതായത് ഇവരുടെ ഒരു മോട്ടീവ് അല്ലെങ്കിൽ ലക്ഷ്യമെന്ന് പറയുന്നത്, ഇന്ത്യൻ സർക്കാർ ഏതെങ്കിലും ഒരു പുതിയ പദ്ധതിയോ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ അതിൽ പിടിച്ചൊരു പ്രതിഷേധം ഉണ്ടാക്കുക, അതിനെ ആളെ കത്തിച്ച കലാപമുണ്ടാക്കി ഈ പറയുന്ന മോദി സർക്കാരിനെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കുക. അതാണ് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രധാന ലക്ഷ്യം. പാകിസ്ഥാനിൽ നിന്ന് ഇമ്രാൻഖാനെ തുരത്താൻ ഇതേ ഒരു രീതിയാണ് ഇവർ ഉപയോഗിച്ചത്. ഇപ്പോഴത്തെ ബംഗ്ലാദേശിലേക്ക് ഷെയ്ഖ് ഹസീനയെ താഴെ ഇറക്കാൻ അമേരിക്ക ശ്രമിച്ചത് ഇതേ രീതിയിൽ തന്നെയാണ്. അതോടൊപ്പം തന്നെ ശ്രീലങ്കയുടെ കാര്യമെടുത്താൽ ഇതേ രീതിയിലാണ് അവർ ശ്രീലങ്കയിലും ഫോളോ ചെയ്തത്. ഇപ്പോൾ മ്യാൻമറിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ രീതിയിൽ ഇന്ത്യയിൽ അമേരിക്ക ഇപ്പോൾ ശ്രമിക്കുകയാണ്. മോദി എങ്ങനെയും താഴെ ഇറക്കണമെന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നാണ് ഇപ്പോൾ റഷ്യ തുറന്നു പറയുന്നത്. അതായത് ഇതൊരു മുന്നറിയിപ്പ് എന്നോണം സ്പുട്നിക് നിരവധി ലേഖനങ്ങൾ രൂപേണ എഴുതി ഇന്ത്യക്ക് ഇപ്പോൾ കൈമാറുന്നുണ്ട്. ഇന്ത്യയിലെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്കും ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെ ഒരു സംശയമുണ്ടെന്ന് ഉദ്ധരിച്ചുകൊണ്ട് ചില ലേഖനങ്ങൾ സ്പുട്നിക്കിൽ വന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കും തന്നെ ഇക്കാര്യങ്ങളിൽ സംശയം തോന്നുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇവർ ചെയ്യുന്നതാകട്ടെ ഒരേ സമയം തന്നെ കുറേയധികം നേതാക്കളെ അവർ കാണുകയാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആരും തെറ്റിദ്ധരിക്കില്ല എന്നാണ് ഇവരുടെ വിചാരം. പക്ഷേ ഇതിനിടയിൽ കൂടി തന്നെ എങ്ങനെയും മോദി സർക്കാരിനെ താഴെ ഇറക്കാൻ ഇവർ പരമാവധി ശ്രമിക്കുന്നു എന്ന് തന്നെയാണ് ഈ ലേഖനത്തിലൂടെ വന്നിരിക്കുന്ന സൂചനകൾ. മോദി സർക്കാർ തുടർച്ചയായിട്ട് 2 തവണ അധികാരത്തിലെത്തിയതാണ് അമേരിക്കയെ ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ ഇപ്പോൾ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ മൂന്നാമത് മോദി സർക്കാർ അധികാരത്തിൽ വന്നു. നരേന്ദ്രമോദി സ്വതന്ത്രമായിട്ടുള്ള ഒരു രാജ്യം ഡെവലപ്പ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ച് അവർക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അങ്ങനെ വരുമ്പോൾ അമേരിക്കയുടെ സ്വാധീനം ഇന്ത്യയിൽ കുറയുന്നു. അതാണ് സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ പ്രധാനപ്പെട്ട പ്രശ്നവും. അങ്ങനെ ഇന്ത്യയിലെ പ്രശ്നങ്ങളെ ആളിക്കത്തിക്കാനായി അമേരിക്കയുടെ CIA ഇന്ത്യക്ക് ചുറ്റും വട്ടമിട്ട് തന്നെയുണ്ട്. എന്നാൽ ഇന്ത്യയുടെ നയതന്ത്ര സംവിധാനങ്ങളെല്ലാം തന്നെ ഇതിനെ വളരെ ശക്തമായിട്ട് പ്രതിരോധിക്കുന്നുമുണ്ട്. പക്ഷേ വളരെ ഗൗരവമുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ സ്പുട്നിക് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടിനെ നമുക്ക് അങ്ങനെ വെറുതെ തള്ളിക്കളയാനും സാധിക്കുന്ന ഒന്നല്ല. കാരണം ഇന്ത്യയിലുണ്ടായ പ്രധാനപ്പെട്ട വിഷയങ്ങൾ, അതായത് നമുക്കറിയാം മണിപ്പൂർ കലാപം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുപോലെ കർഷക സമരം തുടങ്ങി നിരവധി വിഷയങ്ങളിലൂടെ രാജ്യത്തുണ്ടായ ആ വിവിധ പ്രതിഷേധങ്ങളെല്ലാം തന്നെ അതിനെയെല്ലാം ആളിക്കത്തിച്ച് ഒരു വലിയ അട്ടിമറിയിലേക്ക് കൊണ്ടുപോകുന്ന
ഒരു അമേരിക്കൻ സ്ട്രാറ്റജിക്കൽ തന്ത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഇത്. അപ്പോൾ അത്തരത്തിൽ ഓരോ രാജ്യങ്ങളിലും അവരുടെ ഭരണാധികാരികളെ വലിയ രീതിയിലുള്ള അട്ടിമറികൾ നടത്തി ആ രാജ്യത്തിലെ രാഷ്ട്രീയ സാഹചര്യം തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള വളരെ തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നതിൽ കുപ്രസിദ്ധി നേടിയവരാണ് ശരിക്കും പറഞ്ഞാൽ അമേരിക്ക. കാരണം അവരുടെ പഴയ ചരിത്രങ്ങൾ തന്നെ നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അവർ ഓരോ രാജ്യങ്ങളിലും അവിടുത്തെ ആ ഭരണ സംവിധാനങ്ങളെ എങ്ങനെയാണ് അവർ അട്ടിമറിച്ചതെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് പഴയ ചരിത്രങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. അതോടൊപ്പം തന്നെ അവർ ചരിത്രത്തിൽ ചെയ്തിട്ടുള്ള എല്ലാ വൃത്തികേടുകളും എല്ലാ കൊള്ളരുതായ്മകളും നമുക്കവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ അമേരിക്ക അങ്ങനെയുള്ള ഒരു നീക്കം നടത്താൻ ശ്രമിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു പദ്ധതി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം ഒരു വിഭാഗത്തിനെ കൊള്ളുന്ന രീതിയിലുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്ക അവിടെ പാരവയ്ക്കും. ഇപ്പോൾ ഈ സ്പുട്നിക് ലേഖനം പറയുന്നതിൽ ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ വഖഫ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം വളരെയധികം ആളിക്കത്തിയതാണ് നമ്മുടെ രാജ്യത്ത്. ആ പ്രശ്നത്തെ ആളിക്കത്തിക്കാനുള്ള നീക്കം അമേരിക്കയ്ക്കുണ്ടായിരുന്നു. കാരണം ആ പ്രശ്നം ആളിക്കത്തിയാൽ ചന്ദ്രബാബു നായിഡുവിൻ്റെ തെലുങ്ക് ദേശം പാർട്ടിയെ ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ട് NDA സഖ്യത്തിൽ നിന്ന് പുറത്തു ചാടിക്കുകയും അതുപോലെ തന്നെ ഒവൈസിയെ ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടത്താനൊക്കെയുള്ള വിവിധ നീക്കങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഇവർക്കുള്ളതെന്നാണ് ഈ സ്പുട്നിക്കിൻ്റെ ലേഖനത്തിൽ കൃത്യമായിട്ട് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ച് റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരം വാർത്തകളെ നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം മുൻകാലങ്ങളിലെല്ലാം തന്നെ റഷ്യ ഇന്ത്യക്ക് നൽകിയിട്ടുള്ള ഇത്തരം മുന്നറിയിപ്പുകൾ അല്ലെങ്കിൽ പൊതുവെ നൽകിയിട്ടുള്ള മുന്നറിയിപ്പുകളായിക്കോട്ടെ സൂചനകളെല്ലാം തന്നെ നടന്നതാണ് ശരിക്കും പറഞ്ഞാൽ ചരിത്രം. ഉദാഹരണത്തിന് ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ, അതുപോലെ തന്നെ മറ്റു പല രാജ്യങ്ങളുടെയും കാര്യങ്ങൾ. അപ്പോൾ ഈ മുന്നറിയിപ്പ് തള്ളിക്കളയാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ മോദിക്കെതിരെയുള്ള ഒരു നീക്കം ശരിക്കും പറഞ്ഞാൽ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതകളും ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല അമേരിക്കയെ സംബന്ധിച്ച് ബൈഡൻ ഭരണം തീരുന്നതിന് മുമ്പ് തന്നെ ഇത് സാധ്യമാകുമോ എന്നാണ് അവരിപ്പോൾ നോക്കുന്നത്. കാരണം ട്രംപ് ഇനി അധികാരത്തിൽ വന്നാൽ ഈ സംഗതി എല്ലാം മാറും. കാരണം ട്രംപിൻ്റെ രീതികൾ അല്ലെങ്കിൽ നിലപാടുകളൊക്കെ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ്. ബൈഡൻ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് തന്നെ അമേരിക്കയെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ അവർക്ക് പല രാജ്യങ്ങളും എങ്ങനെയെങ്കിലും കുളം തോണ്ടി നശിപ്പിക്കണം എന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഈ രീതിയിൽ ബൈഡനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ തന്ത്രങ്ങൾ ഇത്രയും കാലം ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ലോകത്ത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്പുട്നിക്കിൽ വന്നിരിക്കുന്ന ഈ വിഷയത്തിൽ നമുക്ക് ഇപ്പോഴൊന്നും പറയാൻ സാധിക്കില്ല. പക്ഷേ ഇന്ത്യ ഇതേക്കുറിച്ച് വളരെയധികം ധാരണ ഉള്ളവരായതുകൊണ്ട് തന്നെ ഇന്ത്യ ഇപ്പോൾ വളരെ ജാഗ്രതയിലാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇന്ത്യ ഇതിനെതിരെ പ്രതിരോധിക്കും. എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.